മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14:18 നമുക്ക് ധ്യാനിക്കാം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഒരു ഗ്രാമത്തിൽ 2 കൂട്ടുകാർ ജീവിച്ചിരുന്നു. ഒരാൾ നല്ല കായിക ശേഷിയുള്ളവനും അപരൻ മെലിഞ്ഞ് നീണ്ട് വിരൂപനായി ഇരുന്നു. ആദ്യത്തെ ആൾ മല്ലനെന്നും രണ്ടാമത് മാദേവനെന്നും അറിയപ്പെട്ടു. മല്ലൻ ബുദ്ധിശക്തിയിൽ പിന്നിലായിരുന്നെങ്കിലും മാദേവൻ അതിബുദ്ധിമാനായി. അവരിരുവരും കൂടെ ഒരിക്കൽ കാട്ടിലൂടെ യാത്ര പോയി. ഹിംസ്ര ജന്തുക്കളുള്ള ഭീകര വനമാണ്. മല്ലൻ കൂട്ടുകാരന് ധൈര്യം നൽകി. കുറെ ദൂരം അവർ നടന്നു കാണും. പെട്ടെന്ന് എവിടെ നിന്നാണെന്ന് അറിയില്ല, ഒരു കൂറ്റൻ കരടി പാഞ്ഞു വന്നു. മല്ലൻ പെട്ടെന്ന് മാദേവനെ വിട്ട് ഓടിപ്പോയി. ആ വലിയ മരത്തിൽ വലിഞ്ഞു കയറി. ഒരു നിമിഷം ശിലാപ്രതിമ പോലെ മാദേവൻ നിന്നുപോയി. ഉടനെ തന്നെ അയാളുടെ മനസ്സിൽ ഒരാശയം തോന്നി, ചത്തതുപോലെ കിടക്കുക. കരടി അടുത്തു വന്നപ്പോഴേക്കും മാദേവൻ ശ്വാസം പിടിച്ച് അനങ്ങാതെ കിടന്നു. കരടി മാദേവനെ മണത്തു നോക്കി. ശവങ്ങൾ കരടി തിന്നാറില്ലല്ലോ, അതുകൊണ്ട് അത് തിരിച്ചുപോയി. മല്ലൻ മരത്തിൽ നിന്നിറങ്ങി കൂട്ടുകാരന്റെ അടുത്തെത്തി. കരടി എന്താണ് അവന്റെ ചെവിയിൽ മന്ത്രിച്ചതെന്ന് മല്ലൻ അറിയണം. മാദേവൻ പറഞ്ഞു, ആപത്തിൽ ചങ്ങാതിയെ വിട്ട് സ്വന്തം കാര്യം നോക്കുന്നവനെ വിശ്വസിക്കരുതെന്നാണ് കരടി പറഞ്ഞത്. കൂട്ടുകാരന് ഒന്നും മിണ്ടാനുമുണ്ടായിരുന്നില്ല. വിശുദ്ധ മദർ തെരേസ പറയുന്നുണ്ട്, അകലെ കഴിയുന്ന ആളുകളെ സ്നേഹിക്കുക എളുപ്പമാണ്, എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളെ സ്നേഹിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളുടെ അനുദിന ജീവിതത്തില് ദൈവം നമുക്ക് കാണിച്ചു തരുന്ന വ്യക്തികളെ സ്നേഹിക്കുക, സ്വന്തമാക്കുക, അതാണ് നമ്മുടെ വിളി. അതിനെല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.